വെൽക്കം ബാക്ക് ടു another എപ്പിസോഡ് ഓഫ് ലൂതർ ആൻഡ് സ്മൈറ്റ്. ഏതായാലും സീസൺ 3 ചാപ്റ്റർ അൺചാപ്റ്റേഡ് ആണ്, പേടിക്കേണ്ട. സീസൺ 3 കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചാൽ കഴിയും. നമുക്ക് ഏതായാലും അതൊരു ബെറ്റർ ആയ സാധനം ആക്കണം. അപ്പം സീസൺ 4 എല്ലാവരും വെയിറ്റ് ചെയ്യാം. സീസൺ 3 എനിക്കുള്ള ഒരു 3-4 വീഡിയോസ് കൂടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനി വീക്ക്ലി വീഡിയോസ് ഇടും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിനെ കുറച്ചൊന്ന് സഹകരിക്കുക, നമുക്കത് സെറ്റാക്കാം. ഞങ്ങളതിൽ പിന്തുണക്കം നല്ലത്. ഇത്ര കാലം ഒരു വലിയൊരു ഗ്യാപ്പ് വന്നു, നമുക്കത് റെക്ടിഫൈ ചെയ്യും. പിന്നെ ഗ്രോത്തും കാര്യങ്ങളൊന്നും നമ്മൾ അത്ര തിങ്ക് ചെയ്യുന്നില്ല. നമ്മളൊരു കൈൻഡ് ഓഫ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് വരികയാണ്. അപ്പോൾ നമ്മൾ ക്യാമറ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു വിഷ്വൽ കിട്ടുന്നുണ്ട്. നമ്മൾ സിനിമാറ്റിക്കലാണ് ഷൂട്ട് ചെയ്യുന്നത്. സിനിമാറ്റിക് എടുക്കണമെങ്കിൽ അറിയാമല്ലോ ഏതെടുക്കുന്നതെന്നില്ല. അപ്പം അതാണല്ലേ നമുക്കൊരു ഇന്നൊരു പോർഷൻ എന്ന് പറഞ്ഞില്ല, അതിൽ കുറച്ച് ടോപ്പിക്സ് പറയാം. വേറെ സായം ഇവിടെ ഉണ്ടായിരുന്നു ഒരു 3-4 മാസത്തോളം കയറത്തില്ല. നമ്മുടെ ഇടയിൽ പറയാം, അവിടെയും കുറച്ച് യൂട്യൂബിൽ കുറച്ച് അത് അങ്ങനെ ഒരു സ്ട്രക്ചറില്ലാതെ ഇട്ടതാണ്. അത് നമുക്കൊരു ഫ്ലോ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഭയങ്കര മിസ്സാവും. ഇപ്പോഴൊരു ഫ്ലോ കുറവുണ്ട്, എന്നാലും അത് നമുക്ക് ബെറ്റർ ആയി കൊണ്ടുവരാം. അത് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒരു സഹകരിക്കുക. പിന്നെ എന്താ പറയുക, പരീക്ഷകളുണ്ടായിരുന്നു, പരീക്ഷകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കുറച്ച് ഗുഡ് ആൻഡ് ബാഡ് തിങ്സ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം ബാഡ് തിങ്സ് നമ്മൾ വെറുതെ വളമ്പുണ്ടല്ലോ, അത് ശരിയാണ്. അല്ലെങ്കിൽ എപ്പോഴും ഗുഡ് മാത്രം കാണിക്കുക എന്നുള്ളത് കൊണ്ടല്ല, ബാഡായ കാര്യത്തിൽ നമ്മൾ അറ്റൻഡ് ചെയ്ത കാര്യങ്ങൾ അത് നമുക്ക് ഷെയർ ചെയ്യാം. അതും ഇനി വരുന്ന പോഡ്കാസ്റ്റിൽ നമുക്ക് ഷെയർ ചെയ്യാം. ഏതായാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണല്ലേ. പക്ഷെ വളരെ സങ്കടപ്പെടുത്തിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ യുക്രൈൻ റഷ്യ വാർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ ഫലസ്തീൻ ഇസ്രായേൽ പോലെ തന്നെ നല്ല അതിനേക്കാളും ഭീകരമാണ്. കാരണം ഫലസ്തീനിലെ ഹമാസ് എന്ന അവരെയല്ല കൊല്ലുന്നത്, ആ പാവപ്പെട്ട പിള്ളേരെയാണ്. അപ്പം ആസ് ഒരു ഫുട്ബോൾ ഫാൻ എന്ന നിലക്കും അല്ലെങ്കിൽ ആസ് അങ്ങനെ ഒരു കൺട്രി അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഒരാൾ അത്രയും എന്ന് പറയുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട്. അത്യാവശ്യം വളരെ നല്ലൊരു കൺട്രിയാണ്. 2 കൺട്രി ആണെങ്കിലും ലൈഫിൽ ഒരു 1 ടൈം വിസിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ആഗ്രഹമുള്ള 2 കൺട്രീസാണ്. ഇസ്രായേൽസ് ആണെങ്കിലും ഫലസ്തീൻസ് ആണെങ്കിലും ഫലസ്തീനിലെ ഡ്രസ്സസും ഫുഡ് കൾച്ചറിലൊക്കെ ആയിട്ട്. അപ്പം അത് രണ്ടും ഇങ്ങനെ തമ്മിലല്ല, പക്ഷെ അതൊരു ഐ ഡോണ്ട് നോ ഐ ടു സേ. പക്ഷെ ഒരേ പിള്ളേരെ മരിച്ചു പോകുന്നുണ്ട്. അവർക്ക് ഏതായാലും നല്ല അല്ലെങ്കിൽ ആ വരുന്ന അടുത്ത ജനറേഷനെങ്കിലും അങ്ങനെ ഒരു സംഭവം ഇല്ലാതിരിക്കട്ടെ. അപ്പം നമ്മളെ യുദ്ധങ്ങൾ ജീവിതത്തിലുണ്ടാവാം, നമ്മളോട് തന്നെ യുദ്ധങ്ങളുണ്ടാവാം, പലതും ഉണ്ടാവാം. പക്ഷെ അതൊരിക്കലും മറ്റൊരാളെ കീറി മുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ നേരിട്ട് പോരാടാൻ നമ്മളൊപ്പമുള്ളവരായിട്ട് വെറുപ്പിച്ചിട്ടോ അല്ലെങ്കിൽ അവർക്കൊരു വേദന ഉണ്ടാക്കിയിട്ടോ ആവരുത്. ഇപ്പോൾ ഇവർ നമ്മൾ 2 മിലിറ്ററി തമ്മിൽ വാറയുന്നോടത്ത് ആ പാവപ്പെട്ട പിള്ളേർ, ഒരുപാട് അമ്മ, ഒരുപാട് ഹോസ്പിറ്റൽ, അത് അഴണോ, അത് പലതിലും അങ്ങനെയുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യത്തിൽ അത് എനിക്ക് എത്രത്തോളം പറയാൻ പറ്റുന്നോ അല്ലെങ്കിൽ അത് ശരിയാണെന്ന് പക്ഷേ ആസ് മൈ തോട്ട് എന്നൊരു കാര്യമാണ്. നമ്മളൊരു ബാൻ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, ഫുഡ് പ്രോഡക്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഞാനാണെങ്കിലും കറൻ്റ്ലി മെഡ്രാൻസിലും ബാക്കിയിലൊന്നും പോകാറില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാനത് ഷോയിലപ്പുറത്തുള്ള ആൾക്കാരിൽ അറിയിക്കാറില്ല ഞാൻ അവിടെ ഉണ്ട് അങ്ങനെ രൂപത്തിൽ പലപ്പോഴും സോഷ്യൽ മീഡിയ കുഴപ്പമില്ല ആക്റ്റീവാണ്. അപ്പം അങ്ങനെ കാണിക്കാറുണ്ട്. അപ്പം അങ്ങനെ കാണിക്കാറില്ല. പക്ഷേ അതൊരിക്കലും ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ ഫ്രാഞ്ചൈസി പല വഴിയായിരിക്കും എടുക്കുക. അപ്പം അത് ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞാൽ ഒരു മലയാളി ആയിരിക്കും, ഒരു കേരളത്തിലുള്ള ആളായിരിക്കും. അയാൾക്ക് ഒരാൾ കച്ചവടം നടക്കണം. അയാൾ ഇത് ചിന്തിച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എഫക്റ്റ് ഉണ്ടാവുന്നില്ല ചിന്തിച്ചിട്ടോ ഇല്ല ചിലപ്പോൾ അത് തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷേ ഈ വാറിനെ പരസ്യമായിട്ട് മനസ്സുകൊണ്ട് എതിർക്കുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും ഇപ്പോൾ ഫ്രാഞ്ചൈസി മുന്നോട്ട് പോവുക. അപ്പം ഞാൻ ഒരിക്കലും മെഡ്രാസ് നല്ല കമ്പനിയാണെന്നോ മോശം കമ്പനിയാണെന്നോ പറഞ്ഞത്. അത്യാവശ്യം നല്ലൊരു ഫുഡ് ചെയിനാണ്. ഫുഡ് ചെയിൻ്റെ കാര്യങ്ങളൊക്കെ പ്രശ്നമില്ലാത്തൊരു ഇതാണ്. അപ്പം നിങ്ങൾ അങ്ങനെ ഒരു ബാൻ കൊണ്ടുവരുമ്പോൾ അത് ആ ഒരുവർക്ക് മാത്രമല്ല എഫക്റ്റ് ആവുന്നത്, നിങ്ങൾ ആൾക്കാർക്ക് പലർക്കും ആണ് എന്നുള്ളൊരു കാര്യം പറയാനുണ്ട്. പിന്നെ നമുക്കിപ്പോൾ ഒരു വീക്ക്ലി റൗണ്ട് പോലെ പറയാം. അപ്പോൾ ഇത് എത്ര കാലം ഒരു ഗ്യാപ്പ് ഉണ്ടായാലും കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവുമല്ലോ. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കാം. ഏതായാലും നമ്മൾ ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ കോപ്പ അമേരിക്കയും യൂറോ കപ്പും നടന്നു. അത് വളരെ മേജർ ഇവൻറ്റ്സ് ആയിരുന്നു. ആസ് എ 2 കോണ്ടിനെൻറ്റിൽ നമ്മളുള്ള യുദ്ധം അല്ലെങ്കിൽ അങ്ങനെ പറയാം, ആസ് എ ഫുട്ബോൾ മനോഹരമായിട്ടുള്ള യുദ്ധം. അപ്പം കോപ്പ അമേരിക്ക ആണെങ്കിൽ അർജന്റീന, കൊളംബിയ നല്ല പോരാട്ടമായിരുന്നു. ആസ് എ ഗ്രൂപ്പ് ലെവൽ തൊട്ട് മുതലേ അവരൊരു സ്പിരിറ്റും ഹാമിസ് റോഡ്കാസ്റ്റിന് തിരിച്ചു വരും. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് പല മലയാളി ഖത്തറിലെ ആൾക്കാരൊക്കെ അവർ വീഡിയോസ് ഇടുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഐ ഡോണ്ട് നോ, അത്രയും നമ്മളൊരു റയൽ മാഡ്രിഡിൽ അത്രയും തീപ്പുരായിട്ട് ആസ് ഞങ്ങൾ ബാർസ ഫാൻ ആണെങ്കിലും അത്രയും എതിരെന്നൊരു കളിക്കാരൻ നിലക്കുകയാണെങ്കിലും അത്യാവശ്യം അങ്ങനെ ഹെയ്റ്റായിട്ട് തോന്നിയിട്ടില്ല. അപ്പം അങ്ങനത്തെ ഒരു പ്ലെയർ അതും റീവോൾ ചെയ്തതോ. പിന്നെ മെസ്സി അഗെയിൻ ഈ പ്രൂവ്ഡ് ഈ വർഷം മെസ്സിൻ്റെ കൂടി ആവശ്യമില്ല. ഐ തിങ്ക് സ്കലോണിനൊക്കെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നു. ഏതായാലും
അവരുടെ ക്യാപ്റ്റൻഷിപ്പും ആ ഒരു കൈൻഡ് ഓഫ് സംഭവം രസം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ യൂറോ ആയിരുന്നു മാക്സിമം കണ്ടിരുന്നത്. ആ ഒരു ടൈം ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓൾമോസ്റ്റ് എല്ലാ കളികളും കണ്ടിട്ടുണ്ടായിരുന്നു. ജോർജിയ വളരെ ഇമ്പ്രസീവ് ആയിരുന്നു. പിന്നെ പോർച്ചുഗൽ അൺഫോർച്ചുനേറ്റ്ലി എന്ന പറഞ്ഞില്ലെങ്കിലും അതിലൊന്നോ കോച്ചിൻ്റെ പ്രശ്നമാണോ നോക്കാം, വെയിറ്റ് ആൻഡ് സീ. ഏതായാലും ഈ ഒരു കാലഘട്ടത്തിൽ 2 മാസം 1 മാസത്തിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ബാക്കി പേരായിട്ടതാണെങ്കിലും ലെമീൻ യമാലാണ്. അടിപൊളി പ്ലെയറാണ്. ഞങ്ങൾ ബാർസയുടെ പ്ലെയറാണ്. അതിൽ ഞങ്ങൾക്കൊരു അഭിമാനമുണ്ട്. ഞങ്ങൾ ബാർസ മെമ്പറാട്ടോ ഞാൻ. ഏതായാലും അത് ലേറ്ററായിട്ട് പറയാമല്ലോ. എനിക്കൊരു എൻ്റെ മുതൽ എന്ന് പറഞ്ഞ പോലെ ചെറുക്കിനെ അതുവരെ കത്തുന്നുണ്ട്. പരിക്കുകളൊക്കെ പോട്ടെ. അതിലും യൂറോ ആണെങ്കിലും വളരെ ഡിസേവിങ് ആയിട്ടുള്ളൊരു വിന്നിങ് ആയിരുന്നു. അത്യാവശ്യം നല്ല ഫുട്ബോൾ കളിച്ച പ്ലേയേഴ്സിന് തന്നെയാണ് ഇന്ന് കിട്ടി എന്ന് പറഞ്ഞ പോലെ. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ക്രിക്കറ്റ് എന്ന് പറയുമ്പം നമ്മൾ ഇന്ത്യ വേൾഡ് കപ്പ് അടിച്ചൊരു സമയമായിരുന്നു. ആ ഒരു ഫൈനൽ ഓവർ, ബുംറയുടെ ഓവർ, ഹാർദിക്കിൻ്റെ ഓവർ, അങ്ങനെ പലതും ഫൈനൽ റിലേറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഓവർ പലതും ഉണ്ടായിരുന്നു. സഞ്ജുവിന് ഒരു അവസരമെങ്കിലും എന്ന പ്രതീക്ഷിച്ചൊരു ടൂർണമെൻ്റ് ആയിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരിക്കലെങ്കിലും ആ കാനഡൻ്റെ മാച്ചിന് ചിലപ്പം കൊടുത്തതിന് പക്ഷെ മഴ ഒന്നും കൊണ്ടുപോയി. ഏതായാലും എന്താ ചെയ്യുക, അതൊക്കെയാണ്. പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ബുക്ക് വായന കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഗ്യാപ്പ് ഉള്ള സമയത്ത് ഭയങ്കര ഭീകരമായിരുന്നില്ല. എന്നാലും കൈൻഡ് ഓഫ് കുറച്ച് ബുക്സൊക്കെ ഏതായാലും എൻ്റെ കയ്യിലുണ്ട്. അതായാലും ഞാൻ കാണിച്ചു തന്നൊന്നും കയറത്തില്ല. ഒന്ന് ഇറ്റ് ആൻഡ് ഇറ്റ് തന്നെയാണ്. അത് എനിക്ക് വായിച്ചെത്തിയിട്ടില്ല. പിന്നെ ഓൾ ടൈം മൈ ഫേവറേറ്റ് ഹാരി പോട്ടർ. അറിയത്തില്ല, ഒരു കൈൻഡ് ഓഫ് എപ്പോഴും ഒരു ഇഷ്ടപ്പെട്ട കാര്യമാണ് അത് രണ്ടും. പിന്നെ അതേപോലെ തന്നെ വേറെ 2 ആൾക്കാർ കൂടി ഉണ്ട്. ഇവരാണ് ഇവരെ പേര് ഒരു കോമഡി പേരാണ് ഐറ്റം. എന്നാലും 2 അടിപൊളി. ഞാനിപ്പോൾ പ്രീക്കൽ പോലെ മേടിച്ചതാണ്. ഒരു സയൻസ് ഫിക്ഷണൽ കോമഡി സിമ്പിൾ ലാംഗ്വേജിലൊരു ബുക്കാണ്. അപ്പോൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ അങ്ങനെ വായിച്ച് പോവാം. അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ആയത് ഒരു വായന എന്നല്ലേ, വായനശീലനം അല്ലാതെ ഒരു കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നോക്കിയതാണ്. അതൊക്കെയാണ് മെയിനായിട്ട്. പിന്നെ നമ്മൾ ലൊട്ട ഞാൻ പറയാൻ മറന്നു. ലൊട്ട ഒരു സംഭവമാണ്. ലൊട്ട എന്താണെന്ന് എനിക്ക് അറിയത്തില്ലെങ്കിൽ നമ്മുടെ തൊപ്പി ഉണ്ടല്ലോ, യൂട്യൂബർ തൊപ്പി. പുള്ളിക്കാരെ ആസ് ഒരു ബ്രാൻഡ് അംബാസിഡർ അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് സംഭവമാണ്. സ്ട്രേഞ്ചേഴ്സോട് സംസാരിക്കണം ഓൺലൈനിൽ. പലവരുമാണ് പച്ചതെറികളായിരിക്കും. അതുപോലെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ഒരു കൈൻഡ് ഓഫ് ഫണ്ണാണ് സ്ട്രേഞ്ചേഴ്സിനായിട്ട് സംസാരിക്കുക. പല ഫ്രണ്ട്സും അതുവഴി കിട്ടിയിട്ടുണ്ട്. പല മലയാളീസ് ആണെങ്കിലും മലയാളീസാണ് കൂടുതലുള്ളത്. അതായത് ഇന്ത്യയിലുള്ളതും ഔട്ട്സൈഡ് ഇന്ത്യയിലുള്ളതും പലതായിട്ടുള്ള സീനിയേഴ്സും അല്ലെങ്കിൽ അങ്ങനെ പലതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ രസമായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾ അതുമായി കഴിഞ്ഞ ചെക്കൗട്ട് ചെയ്യാൻ വേണമെങ്കിൽ ലിങ്ക് ഇട്ടോക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഏതായാലും കമൻറ്റ് സെക്ഷനിൽ എന്തെങ്കിലും സംസാരിക്കട്ടെ. കമൻറ്റ് സെക്ഷൻ ഭയങ്കര വീക്കാണ് കുറച്ച് കാലമായിട്ടോ. നിങ്ങളതൊന്ന് എനർജറ്റിക് ആക്കുക. അത്യാവശ്യം ക്വാളിറ്റിക്ക് ഞാൻ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. ആഫ്റ്റർ ഓൾ ദിസ് നമ്മളൊരു ബിഗ് അനൗൺസ്മെൻറ്റ് അതായത് ഈ വീഡിയോ കിടക്കട്ടെ. നമ്മൾ ഈ ചാനൽ പോഡ്കാസ്റ്റ് മാത്രമല്ലാതെ വ്ളോഗും അല്ലെങ്കിൽ കുറച്ച് വേറെ എന്തെങ്കിലും കൈൻഡ് ഓഫ് സാധനങ്ങൾ ഇതികളൊക്കെ പിടിക്കുന്നുണ്ട്. ലൈവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ലൊട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പം നമ്മൾ നമ്മൾ മാക്സിമം അതിൻ്റെ ഒരു പോസിബിലിറ്റീസ് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു കൈൻഡ് ഓഫ് ഇതൊരു ഷോ അല്ല ടോക്ക് ഷോ പോലെ ഒരു പോഡ്കാസ്റ്റ് ഇവിടെ പാലിൽ നിൽക്കുമ്പോൾ തന്നെ ഈ ഒരു ചാനൽ തന്നെ നമ്മൾ വ്ളോഗ്സോ വേറെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടണമെന്നുണ്ട്. പറയാം നമുക്ക് കൈൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആസ് ഒരു എഞ്ചിനീയർ സ്റ്റുഡൻറ്റ് കൈൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യാനും ഞാൻ കുറച്ച് ഹോസ്റ്റലിൽ കോളേജിലെ ഫണ്ണൊക്കെ ആയിട്ടുള്ള മൂമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്തിട്ടുള്ള അതും ഇടാം. അപ്പം അതിനൊരാവശ്യമാണ് നിങ്ങളെടുക്കുന്നത്. ചാനലിൻ്റെ ഒരു പേര് മാറ്റണം. എന്തെങ്കിലും ഒരു ഫങ്കി, ഒരു ഫൺ, ത്രിൽ, മിസ്റ്ററി അങ്ങനത്തെ കൈൻഡ് ഓഫ് എന്തെങ്കിലും ഒരു പേരാണ് വേണ്ടത്. ഞാൻ ചെക്കൗട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതിൽ കമൻറ്റിൽ പേരിടേണ്ടി. പിന്നെ അതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. നമുക്കൊരു ഗസ്റ്റ് ഞാൻ നോക്കുന്നുണ്ട് ആരെങ്കിലും ഒരാളൊക്കെ ഈ സീസൺ 3 കൊണ്ട് എൻഡ് ചെയ്യുന്നതിന് മുന്നേ. പിങ്ക് ലൈറ്റ് നോക്കണം. നമുക്കൊരു ബാക്ക്ഗ്രൗണ്ടൊക്കെ നമ്മൾ മാറ്റും. കുറച്ച് ഒരു പ്ലാൻ ഉണ്ട്. അത് വർക്കൗട്ട് ആവുകയാണെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ മാറി ഒരു വെറൈറ്റി എല്ലാ പോഡ്കാസ്റ്റും പുതുമായിരിക്കും. അപ്പം ആ ഒരു എപ്പിസോഡ് വരേക്കും നിങ്ങളോട് എല്ലാവരോടും ബൈ.